വന്ന ദൃശ്യങ്ങൾ ബാംഗ്ലൂരിൽ നടക്കുന്ന കൂടിക്കാഴ്ചയുടേതാണ് പറയുന്നത്. താങ്കൾ ഇപ്പോൾ വീട്ടിൽ പോയ കാര്യം പറഞ്ഞു, ബാംഗ്ലൂർ അടക്കം പോയി. അല്ല, അത് വീട്ടിൽ പോയ കാര്യം മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാം. വീട്ടിൽ പോയത് കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹോദരി താമസിക്കുന്ന വീട്ടിൽ പോയിട്ടുണ്ട്. അത് വെഞ്ഞാറമ്മൂട്ടിലാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. ശ്രീ രമണി പി നമ്മുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി രമണി പി നായരോടൊപ്പമാണ് ഞാനവിടെ വരുന്നുണ്ട് എന്ന് അറിയിച്ച് അവരവിടെ കാത്തു നിന്ന്, അവരുടെ വീടിനടുത്താണ്, തൊട്ടടുത്താണ് ഈ അദ്ദേഹത്തിൻ്റെ സഹോദരി താമസിച്ച വീട്. ആ വീട്ടിൽ പോയ ചടങ്ങ് എന്താണെന്ന് എന്നതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും അവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, ഈ ആളിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ രമണി പി നായർ എന്നോട് പറഞ്ഞു, അദ്ദേഹം അണ്ടർ സെക്രട്ടറിയോ ഏതോ ആയി സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ അനുസരിച്ച് ആ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ല. അതെ, അല്ലല്ല, മണ്ഡലത്തിൽപ്പെട്ട ആള് എന്നുള്ള നിലയിൽ ആണ് ഞാൻ അവിടെ പോയത്. അത് ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി രമണി പി നായർ എന്നോടൊപ്പം ഉണ്ടായി. ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ താങ്കളടക്കമുള്ള ആളുകൾ UDF നേതാക്കൾ ഉന്നയിച്ചു. പക്ഷേ പോറ്റിയുമായി നിരന്തരം അതായത് സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഫോട്ടോയിൽ താങ്കളുണ്ട്, ഇപ്പൊ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ നിന്നുള്ള ഫോട്ടോയിലുണ്ട്, നിരന്തരം ഇത്തരത്തിൽ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയും. സ്വാഭാവികമായും പോറ്റിയുമായി അടുത്ത ബന്ധം നിങ്ങൾക്ക് ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതല്ലേ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ? ഇല്ല, പോറ്റിയുമായി ഉള്ള ബന്ധം എന്താ ഉണ്ടായി? 2019 ഞാൻ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതിന് ശേഷമുള്ള ബന്ധമാണ്. എനിക്ക് ഇയാളെക്കുറിച്ച് നേരത്തെ ഇയാൾ ഇവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ളസംഘക്കാരനാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലല്ലോ. എന്നെ വിളിച്ച് എൻ്റെ വീട് ഇന്നടത്താണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. അത് സത്യാവസ്ഥ തുറന്നു പറയുന്നതിൽ എന്താണ് ഒരു തരത്തിലുമല്ല മടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് നിങ്ങളിൽ പല ആളുകളും സംപ്രേഷണം ചെയ്തു. ഉടനെ തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി SIT വിളിക്കുന്നു എന്ന് സംപ്രേഷണം ചെയ്തു. പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ട അനുസരിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത് എങ്കിൽ അത് ശരിയായൊരു കാര്യമല്ല.